ഈശോ വിശേഷിച്ചിരിക്കട്ടെ. ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു സംഭവം നമുക്ക് ലൂക്ക എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ കാണാൻ പറ്റും. അവിടെ ഈശോയും ശിഷ്യന്മാരും തടാകത്തിന്റെ മറുകരയിലേക്ക് തോണിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാവുകയും അവർ മരണത്തെ മുഖാമുഖം കണ്ട് ഭയന്ന് വിറച്ച്, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ഈശോ എഴുന്നേറ്റ് ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുകയാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു പോയ ഒരു കാര്യം, അവിടെ ഈശോ ഉറങ്ങുകയായിരുന്നു. എന്തുകൊണ്ട് ഈശോ അവിടെ ഉറങ്ങി? ശിഷ്യന്മാരും ഈശോയും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോയും നമ്മളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാറുണ്ടോ? എന്നും രാവിലെ വിശുദ്ധ ബലിയിൽ ഈശോയെ സ്വന്തമാക്കിയതിനു ശേഷം ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റാതെ പോകുന്നുണ്ടോ? ഈശോ നമ്മളിൽ ഉറങ്ങാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് 2 വേ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തിയേ പറ്റൂ. ഈശോയ്ക്ക് പറയാനുള്ളവ നമ്മൾ കേൾക്കുകയും നമ്മുടെ കാര്യങ്ങൾ ഈശോയെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമാകട്ടെ നമുക്ക്. അതരം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയത്ത് അങ്ങനെയും, അല്ലാത്ത സമയത്ത് നമുക്ക് പ്രാർത്ഥന ചിന്തയിലൂടെ ആവട്ടെ. അങ്ങനെ എപ്പോഴും നമ്മളും ഈശോയുമായി ഒരു ആക്റ്റീവായ ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റിയാൽ നമ്മളിലെ ഈശോ ഉറങ്ങുകയോ ആത്മീയ അവസ്ഥ അന്വീഭവിച്ചു പോവുകയോ ചെയ്യുകയില്ല. ഏത് കാറ്റും കോളും വന്നാലും, ഏത് വലിയ കൊടുങ്കാറ്റ് വന്നാലും അതിനെയൊക്കെ അഭിമുഖീകരിക്കുവാൻ നമ്മളുടെ ആത്മീയ ശക്തി നമ്മളെ ശക്തിപ്പെടുത്തും. ഈശോയാകുന്ന ഈ ആത്മീയ ശക്തിയെ നമുക്ക് സ്വന്തമാക്കാം. ഈശോയെ നമുക്ക് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആക്റ്റീവായിട്ട് നിലനിർത്താം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു എക്സസൈസിലൂടെ ഒരു വലിയ ആത്മീയ സമ്പത്ത് നമുക്ക് നേടിയെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.